ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനും പകരം നമ്മളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. പലരും ചിരിച്ചു ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളു കരിയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ടാണ്. ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാകൂ. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രം ഉള്ളവരാണ്. നമുക്ക് എന്ത് ഇല്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയും എന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുന്നില്ല. എന്നാൽ സംഭവിച്ചത് എന്തു തന്നെ ആയാലും അതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുക. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കുക, എല്ലാം നമ്മളെ തേടി വരും. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക. അവസരം വരുമ്പോൾ അവർ അത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടുന്തോറും സ്വയം നേരിടാനുള്ള നമ്മുടെ കരുത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണോ? അത് ആവശ്യമുള്ളതാണോ? അത് ദയ ഉള്ളതാണോ? ഭൂതകാലത്തെ ഓർത്ത് നെറുവീർപ്പിട്ടും ഭാവിയെ ഓർത്ത് ആദി പിടിച്ചും വർത്തമാനകാലത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് മിക്കവരും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ മറ്റുള്ളവർ എന്ത് ചെയ്തു തന്നു എന്നതല്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി വിശദീകരിക്കുവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം പരിഗണിക്കുക. അനുഭവങ്ങളാണ് നമ്മെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇതുവരെ എടുത്തിട്ടുള്ള മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. കാരണം അതിൽ നിന്നും നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ്. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് നിങ്ങളെ അപമാനിതരാക്കും. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാവില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മെ സ്വസ്ഥമാക്കുന്നതും അസ്വസ്ഥമാക്കുന്നതും. നമ്മുടെ സങ്കടങ്ങളും നഷ്ടങ്ങളും കണ്ട് സമൂഹമോ അവരുടെ ചിന്തകളോ മാറില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുക.